നമസ്കാരം. പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ സാധാരണ അനുഭവിക്കുന്ന ഒന്നാണ് കഴുത്തുവേദന, പുറം വേദന, കാലുവേദന തുടങ്ങിയവ. ഇതിനായി പല ട്രീറ്റ്മെൻറ്റ്സുമുണ്ട്. അതിൽ ഒരു ഏറ്റവും നൂതനമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് വാക്സ് ഡി. ഇന്ന് ഇതിനെക്കുറിച്ച് പറയുവാനായിട്ട് എന്നോടൊപ്പമുള്ളത് ഡോക്ടർ ഹരിഹരൻ. ഡോക്ടർ ഹരിഹരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോമർ പ്രിൻസിപ്പളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തിക്കുന്ന GPO ലൈനിൽ പ്രവർത്തിക്കുന്ന വിജയ ആൻസി ക്ലിനിക്കിൻ്റെ കൺസൾട്ടൻറ്റ്, ഹോണറി കൺസൾട്ടൻറ്റുമാണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ഈ പുറം വേദന, ഈ പറഞ്ഞ കാലുവേദന, അതുപോലെ നമ്മുടെ കഴുത്ത് വേദന, ഇത് അനുഭവിക്കാത്ത ഒരു ആൾക്കാരും ഇല്ലയെന്ന് തന്നെ പറയാം. ശരിക്കും ഇതെന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് ഉണ്ടാകുന്നത്? നിങ്ങൾ പറഞ്ഞ വളരെ ഒരു പരമാർത്ഥമായിട്ടൊരു സംഗതിയാണ്. നടുവേദന ഇല്ലാത്ത ആൾക്കാരില്ല. നടുവേദന എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങി തലയുടെ താഴെ നടുവിൻ്റെ അറ്റത്തെ പൃഷ്ഠഭാഗം വരെയുള്ള ഈ നട്ടെല്ല് എന്ന് പറയില്ലേ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെർട്ടിബിൾ കാൾ എന്ന് പറയും. നമ്മൾ കശേരുക്കളുണ്ട്, അതിൽ 33 കശേരുക്കൾ ഒന്നിൻ്റെ മുകളിലായിട്ട് അടുക്കി വെച്ചിരിക്കുക. എല്ല് കശേരുക്കൾ എല്ലാണ്, ഹാർഡാണ്. അത് വരഞ്ഞാൽ വേദന ഉണ്ടാവും. അതിനു വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ആ ശബ്ദമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു ഡിസ്ക് എന്നൊരു സാധനമുണ്ട്. ആ ഡിസ്ക് ഓരോന്നിൻ്റെ ഇടയ്ക്കും ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ അടുക്കി വെച്ച് അനക്കത്തിന് വേണ്ടി നമുക്ക് കുനിയണം, ചരിയണം, മലരണം എല്ലാം ഉണ്ടല്ലോ, കിടക്കണം, എല്ലാത്തിനുമുള്ള ആവശ്യത്തിന് വേണ്ടി വെർട്ടിബിൾ കാളമാണ് സഹായിക്കുന്നത്. ആ മൂവ്മെൻറ്റ്സ് കാലാകാലങ്ങളിൽ നമ്മൾ പല ജോലികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ വ്യത്യാസപ്പെടാം. ചിലപ്പോൾ പെട്ടെന്ന് ഒരു കളിക്കുന്ന സമയത്തായിരിക്കും ഒരു ബാൾ വരുന്നു, ബാഡ്മിൻ്റൺ കളിക്കുന്നു, ബാൾ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കുറച്ച് നീങ്ങിപ്പോയാൽ ഒന്ന് വലിയുന്ന സമയത്ത് നട്ടെല്ലും ആ സമയത്ത് വലിയും. അതൊക്കെ സാധാരണ ഒരു പരിധി വരെ നട്ടെല്ലാം വലിയാനൊക്കെ അതിനുള്ള പ്രാപ്തിയുണ്ട്. അതേ സമയത്ത് ചിലപ്പോൾ കൂടുതൽ എടുക്കേണ്ടി വരും. എന്ന് വരുമ്പോൾ നട്ടെല്ലിലെ ആ മാംസപേശികളൊക്കെ പെട്ടെന്നൊന്ന് വലിയും, ചിലപ്പോൾ ഒന്ന് തെറ്റും. ഈ ഡിസ്ക് എന്ന് പറയുന്ന സാധനം അവിടെ നിന്ന് വെളിയിച്ചാടും. വെളിയിച്ചാടുന്നത് ഒരു ഞരമ്പിൻ്റെ അടുത്താണ്. ഈ വെട്ടിപ്പരയ്ക്കകത്ത് ഓരോ കശേരുവിനും ഒരു ഹോളുണ്ട്. ആ ഹോളെല്ലാം അടുക്കി വെക്കുമ്പോൾ ഒരു കനാൽ മാതിരിയാകും. ആ കനാലിനകത്താണ് സുഷുമ്ന നാടിയിരിക്കുന്നത്, ബ്രെയിൻ്റെ കണ്ടിന്യൂവേഷൻ. ആ കണ്ടിന്യൂവേഷൻ വരുന്നത് ഓരോ സെഗ്മെൻറ്റിൽ നിന്നും ഓരോ നെർവ് കൈക്കും കാലിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കഴുത്തിലുള്ള കഴുത്തിലുള്ള ഞരമ്പുകൾക്ക് വരികയാണെങ്കിൽ അത് കയ്യിലേക്ക് സിംറ്റം ഉണ്ടാക്കാം, കഴുത്തിലും ഉണ്ടാക്കാം. നടുഭാഗത്ത് ലോ ബാക്ക് എന്ന് പറയും, ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ അത് ഞരമ്പിലമത്തുകയാണെങ്കിൽ അത് കാലിലേക്ക് ചിലപ്പോൾ ഷൂട്ടിംഗ് പെയിനായിട്ട്, ഷയാറ്റിക്ക എന്നൊക്കെ കേട്ടിട്ട് അതുപോലെയൊക്കെ വരാം, നടുവേദനയായിട്ടും വരാം. അപ്പോൾ അതിൻ്റെ ഇത് ചിലപ്പോൾ ചില നെർവുകൾ ഒരെണ്ണം നേരെ കാലിലേക്ക് പോകുന്നു, ഒരെണ്ണം സൈഡിൽ കൂടെ വയറിലൊക്കെ വരും. ഇവിടെ അതുപോലെ കഴുത്തിൽ ഇവിടെയൊക്കെ വരും. അപ്പോൾ ഏത് നെർവിലാണ് അമർത്തുന്നത് അതനുസരിച്ച് സിംറ്റം എവിടെ വേണമെങ്കിലും കാണിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നടുവേദനയുടെ പ്രധാന കഴുത്ത് വേദനയായിട്ട് പ്രത്യേകം വരും. ബിക്കോസ് ഈ സ്പൈനിൽ ഈ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഇവിടെ നെഞ്ചിൻ്റെ ഇവിടെ ലങ്സും ഹാർട്ടും ഉണ്ട്. അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വാരിയെല്ല് വെച്ചിട്ടുണ്ട്. വാരിയെല്ല് വെച്ചത് കൊണ്ട് അവിടുത്തെ ഈ കഴുത്തിന് താഴെ ഈ നമ്മുടെ അമ്പലേക്കസ് വരെയുള്ള സ്ഥലത്ത് ഉള്ള നട്ടെല്ലിന് അത്ര മൂവ്മെൻ്റ് ഇല്ല. ഈ വാരിയെല്ല് ബാക്കിയുള്ള കഴുത്തിലും നടുവേദന. അതുകൊണ്ടാണ് എല്ലാവർക്കും കഴുത്ത് വേദനയും നടുവേദനയും വരുന്നത്. ഒരാൾ വെയിറ്റ് തൂക്കുന്നു, എത്രയോ വെയിറ്റ് നമ്മൾ തെറ്റായ രീതിയിൽ തൂക്കിയാൽ കുഴപ്പമാണ്. പെട്ടെന്നൊരു 20 കിലോഗ്രാം വെയിറ്റ് നമ്മൾ തൂക്കിയാൽ ചിലപ്പോൾ മിക്കവാറും ഡിസ്കൊലാപ്സ് ആകും, ഭയങ്കര. അതേസമയത്ത് നമ്മുടെ ഈ വെയിറ്റൊക്കെ തൂക്കുന്ന തൊഴിലാളികളുണ്ടല്ലോ, അവരെല്ലാം ഒരു നല്ല രീതിയിൽ 2-3 പേരുടെ സഹായത്തോടെ തൂക്കുന്നുണ്ട്. അവർക്ക് ഒരു പരിധി വരെ ദിവസവും അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാം, നടുവേദന ഉണ്ടാകാം. ഇതാണ് നിങ്ങൾ ചോദിച്ചതിൻ്റെ. ഇത് ഈ വേദന എന്ന് പറയുന്നത് അത് ഒരു രോഗം തന്നെയാണോ, അതോ അത് ഏതിൻ്റെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ? അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇതൊരു മാനിഫെസ്റ്റേഷനും ആവുന്നുണ്ട്. പക്ഷേ ഇത് തന്നെ ഒരു രോഗമാണോ ഈ കഴുത്ത് വേദന എന്ന് പറയുന്നത്? അത് എപ്പോഴാണ്, ഏത് അവസ്ഥയിലാണ്? അത് എനിക്ക് തോന്നുന്നു രോഗവുമാണ്, ഒരു രോഗത്തിൻ്റെ മാനിഫെസ്റ്റേഷനും വരാം. ഇപ്പോൾ രോഗങ്ങൾ പല വിധത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ രോഗമെന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ എന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ. ക്യാൻസറിൻ്റെ ഡെപ്പോസിറ്റ്സ് ഈ കശേരുക്കളിൽ വരാം. അത് വന്നു കഴിഞ്ഞാൽ ആ കശേരു, ക്യാൻസറിന് ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ, TBയുടെ അണുക്കൾ കശേരുക്കൾ വന്നിരിക്കാം. ഇത് വന്നിട്ട് ആ പ്രോഗ്രസീവായിട്ട് സൂക്കോട് കൂടി വരുമ്പോൾ അകത്തെല്ലാം ആ എല്ലിനെ അത് ഈ അണുക്കളൊക്കെ മാറ്റം വരുത്തും, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഇത് മാറ്റം വരുത്തും. അപ്പോൾ എല്ല് സോഫ്റ്റ് ആകും.
സോഫ്റ്റായി വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഡിസ്കെല്ലാം കൂടെ ചിലപ്പോൾ എല്ല് സോഫ്റ്റായി കഴിഞ്ഞാൽ കംപ്രസ്സായി അത് ഒരു ഞരമ്പിലേക്ക് അമർത്തുകയാണെങ്കിൽ വരാം. അപ്പോൾ ആ ഒരു രോഗത്തിൻ്റെ ഇതായിട്ട് ഒരു രോഗഭാഗത്തുണ്ട്, പക്ഷേ വേദന അനുഭവപ്പെടുന്നത് നെർവിലേക്ക് പ്രഷർ വരുമ്പോഴാണ്. അത് വേദന കയ്യിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ രോഗമൊന്നും ഇല്ല. അതേ സമയത്ത് കഴുത്തിലുള്ള ഒരു രോഗം കൊണ്ടാണ് വരുന്നത്. അതേ സമയത്ത് അതുപോലെ തന്നെ ഈ ഡിസ്ക് കൊലാപ്സ് ഇല്ലെങ്കിൽ കഴുത്തിലുള്ള വേദന വെറും കഴുത്ത് വേദനയായിട്ട് തന്നെ ചിലപ്പോൾ അപ്പോൾ ഒരു കമ്പ്യൂട്ടറിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പോഴത്തെ പുതിയ യുഗത്തിൽ. എല്ലാവരും കുട്ടികൾ മുതൽ മുതിർന്ന വരെ എല്ലാവരും കമ്പ്യൂട്ടറിലാണ്. ദിവസവും 3-4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ 6 മണിക്കൂർ പോലും കമ്പ്യൂട്ടർ ഒരേ നോക്കത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരേ പോസ്റ്ററിൽ വരുമ്പോൾ അതിന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് റെപ്പറ്റേറ്റീവ് സ്ട്രെസ് സിൻഡ്രോം, RSS. അതായത് റെപ്പറ്റേറ്റീവായിട്ട് ആ കഴുത്തിലും ഇല്ലെങ്കിൽ നടുവിലും ഒരേ ഇരിപ്പ് കൊണ്ട് സ്ട്രെസ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു രീതിയുണ്ട്. നമുക്ക് കൂടെ പൊസിഷനൊക്കെ മാറ്റിയില്ലെങ്കിൽ അത് തുടർച്ചയായിട്ട് സ്ട്രെസ്. അങ്ങനെ വരുമ്പോൾ കുറേ നാളുകൾ ഇത്തരം ആൾക്കാർക്ക് സ്ട്രെസ്സ് വന്നിട്ട് അവിടുത്തെ ഡിസ്ക് ഞെരുങ്ങി കുറച്ചുകൂടെ ഡിസ്കിലെ ജലാംശം കുറയും, അതുകൊണ്ട് ഡിസ്ക് വെളിയിച്ചാടും, അതും വരാം. അപ്പോൾ അങ്ങനെയുള്ള സൂക്കേട് അത് കഴുത്തിൽ മാത്രമായിട്ട് ആദ്യം അനുഭവപ്പെടും. മനസ്സിലായി? അപ്പോൾ ആ രീതിയിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായ സംഗതിയാണ്. എന്നാൽ ആ ചോദ്യത്തിൻ്റെ രീതി അനുസരിച്ച് ഞാൻ ഒരു പരിധി വരെ പറഞ്ഞു. എന്നാലും ഇനിയും അത് കണ്ടമാനം അത് പറയാനുണ്ട്. പക്ഷേ എന്നാലും ചുരുക്കമായിട്ട് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഒരു പരിധി വരെ രോഗമാണ്. ആ രോഗം കുറച്ച് മൂർച്ഛിച്ചാൽ നരമ്പിലേക്ക് കൊണ്ടാൽ ചിലപ്പോൾ കയ്യിലേക്ക് വരും. കയ്യിൽ രോഗമില്ലെങ്കിലും കഴുത്തിലുള്ളതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതൊക്കെ പ്രത്യേക പരിശോധനകൾ കൊണ്ടും ഈ രോഗിയുടെ പ്രസൻറ്റേഷൻ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനിപ്പം സാധാരണ ഒരു കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് ചെയ്തു വരുന്ന ഇത് പലരും എണ്ണ തേക്കലും പിന്നെ പല ചികിത്സകളും ഉണ്ട്. അതിൽ പല ചികിത്സ ഫലപ്രദവുമാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കുള്ള ഈ ട്രീറ്റ്മെൻറ്റ്സ്? ഇത് ലതിക പറഞ്ഞത് വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് സാധാരണക്കാരെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ നമുക്ക് പലവിധ ചികിത്സകളുണ്ട്. ആയുർവേദമുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, അലോപ്പതിയുണ്ട്, യുനാനിയുണ്ട്, വേറെ പലതും. ഇപ്പോൾ അക്യുപങ്ക്ചർ, മറ്റേത് മറിച്ചത്, മർമാണി വൈദ്യം, അങ്ങനെല്ലാം ഉണ്ടല്ലോ, നാഡി വൈദ്യം എന്നൊക്കെ പറഞ്ഞു. ഈ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചാണ് ഓരോരുത്തർ പോകുന്നത്. എന്നിരുന്നാലും ആർക്കും വേദന സഹിക്കാൻ ഒക്കില്ല. ഒരു വേദന വന്നാൽ ഉടനെ അയ്യോ നമ്മുടെ നിത്യജീവിതത്തിലെ വേദന ഈവൻ ഒരു ഷർട്ട് ഇടാൻ പോലും ബനിയൻ ഇടാൻ പോലും ചിലപ്പോൾ പറ്റില്ല. ആ ലെവലിലായിരിക്കും വേദന വരുന്നത്. കുനിയാൻ പറ്റില്ല, കാല് ചൊറിയാൻ പറ്റില്ല, കുളിക്കാനായിട്ട് ഒരു മഗ് വെള്ളം എടുക്കാനൊക്കെ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ എല്ലാവരും പ്രതീക്ഷിക്കുന്ന വേദന മാറ്റുക എന്നുള്ളത്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ മോഡേൺ മെഡിസിനിൽ പോയാൽ പെട്ടെന്ന് വേദന മാറ്റാം. അവർക്ക് മരുന്നുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മരുന്ന് മാറ്റിയാലും ഈ രീതിയുടെ ഈ പലാപ്സ് നടുവേദനയോ കഴുത്തുവേദനയാണെങ്കിൽ ആ പലാപ്സ് അവിടെ ഇരിക്കുക, അത് മാറുന്നില്ല. അപ്പോൾ അത് മാറ്റാനായിട്ടാണ് പലതരം കൺവെൻഷണൽ ചികിത്സ നിങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ അതിൽ പലരും മരുന്നുകൾ കഴിക്കും. മരുന്നുകൾ തന്നെ പലവിധമുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ഉണ്ട്, മസിൽസ്, ഇതൊക്കെ മസിൽ സ്പാസം മരുന്നല്ലോ, മസിൽസ് റിലാക്സ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റിറോയിഡ്സ് പെട്ടെന്ന് തന്നെ മാറ്റണമെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള മരുന്നുകളുണ്ട്. നമുക്ക് അതിലേക്ക് വരാൻ ഡോക്ടർ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഞാൻ പാലക്കാട് ചിറ്റൂര് നല്ലേപ്പള്ളി കമ്പിളിച്ചം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. പേര് രവീന്ദ്രനാഥൻ. രവീന്ദ്രനാഥ്, ഡോക്ടറോട് ചോദിച്ചോളൂ കേട്ടോ. രവീന്ദ്രനാഥ് പറഞ്ഞോളൂ. ഹലോ, രവീന്ദ്രനാഥ് പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. സാർ നമസ്കാരം, ഞാൻ രവീന്ദ്രനാഥൻ ഫ്രം പാലക്കാട്. നമസ്കാരം സാർ, എനിക്ക് ഈ കഴുത്തിന്റെ വലതുഭാഗത്തായിട്ടാണ് വേദന. അത് വേദന കുറെ നാളുകളായിട്ടുണ്ട്. അപ്പൊ എനിക്ക് പല്ല് സംബന്ധിച്ച് വേദന ഉണ്ടെന്ന് പറഞ്ഞ ഡെന്റിസ്റ്റിന്റെ അവിടെ പോയപ്പോഴേ. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പോയപ്പോഴും അവര് പറഞ്ഞു പല്ലിന് തകരാറൊന്നുമില്ല, ഒന്ന് ENT കാണിക്കൂ, കഴുത്തിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞു. പറഞ്ഞോളൂ. അല്ല സാർ, ഈ വലതുഭാഗത്തായിട്ടാണ് കഴുത്തിന്റെ വേദന. പറഞ്ഞോളൂ. കയ്യിലേക്ക് വരുന്നുണ്ടോ വേദന? വേദന കയ്യിലേക്ക് വരുന്നുണ്ടോ? കയ്യിലേക്കില്ല. ഇല്ല, കഴുത്ത് മാത്രം. രാത്രി ഉറക്കമില്ലാതാക്കുന്നുണ്ടോ വേദന? അങ്ങനെയില്ല സാർ. പക്ഷെ രാവിലെ എണീക്കുമ്പോഴേ വാക്കിങ്ങിന് പോകുമ്പോൾ വേദന, പക്ഷെ വാക്കിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് ആവുന്നത്. എന്താ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ജോലി? എനിക്ക് മൊബൈൽ ഷോപ്പാണ്. ഒരു ഭാഗത്ത് അങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ്. ഇത് ശരിയാണ്. നിങ്ങൾ പറയുന്ന ജോലിയും
നിങ്ങൾ പറയുന്ന വേദനയും ഒരു പരിധിവരെ പൊരുത്തപ്പെടുന്നുണ്ട്, ഒന്നിച്ചു ചേരുന്നുണ്ട്. ഒരേ രീതിയിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുനിഞ്ഞിരിക്കുന്നു, കഴുത്ത് ഒരേ രീതിയിൽ വെക്കുന്നു, ചിലരൊക്കെ കമ്പ്യൂട്ടർ നോക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ഞരമ്പുകൾ അവിടെ ഞെരുങ്ങിപ്പോകും. പറഞ്ഞോളൂ, എന്താ പറയാൻ വന്നത്? അല്ല സാർ, ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 5-6 മണിക്കൂർ കമ്പ്യൂട്ടർ അതെ പറഞ്ഞോളൂ. പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞു ഞാൻ കേട്ടിരുന്നു. മനസ്സിലായി. എന്റെ സംശയം, ഈ കഴുത്തിന് വേദന ഉണ്ടെങ്കിൽ പല്ലിന്റെ ഭാഗങ്ങളായിട്ട് വേദനിക്കോ സാർ? പല്ലിൻ്റെ അവിടത്ത് വരില്ലെങ്കിലും പിന്നെ മുഖമുണ്ടല്ലോ, ചെവി, കഴുത്തിൻ്റെ സൈഡ്, പല്ലിൻ്റെ മുകളിലെ തൊലിപ്പുറത്തൊക്കെ വേദന വരാം. അതായത് കഴുത്തിലുള്ള ചില ഞരമ്പുകൾ ഒരു പല്ല് തകരാറുണ്ടായിരുന്നു, അത് പോടുണ്ടായിരുന്നു, അത് അടച്ചിട്ടുണ്ടായിരുന്നു, ആ ഭാഗങ്ങളിലായിട്ട് വേദനയുണ്ട്. അപ്പൊ അവര് ഡെന്റിസ്റ്റ് പറഞ്ഞു പല്ലിന് യാതൊരു പ്രശ്നവുമില്ല, ഉപയോഗിക്കങ്ങളോ മറ്റ് ഇങ്ങനെ തപ്പോ അങ്ങനെ ഒന്നും വരുന്നില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്. കഴുത്തിന്റെ വേദന കൊണ്ട് പല്ലിന്റെ സൈഡല്ല, പല്ലിലല്ല വരുന്നത്, ആ പല്ലിന്റെ പുറത്തുള്ള തൊലിയുണ്ടല്ലോ, ഈ ഫേസ്, ഇപ്പൊ ഞാൻ കാണിക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചികിത്സ ചെയ്തത് ഇതുവരെ? ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാ പിന്നെ ഒരു നല്ല ഓർത്തോപെഡിക് ഡോക്ടറെയോ ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറെയോ, ഇപ്പം കേരളത്തെ എല്ലായിടത്തും ഫിസിക്കൽ മെഡിസിൻ ഫിസിയാട്രിസ്റ്റ് എന്നൊക്കെ പറയും, ആ ഡോക്ടർമാരെ ഒന്ന് ജെർസി ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, ഫിസിയോതെറാപ്പി ചികിത്സ കൊണ്ട് ഒരു പരിധിവരെ ഇത് മാറ്റിയെടുക്കാം. ഇതൊക്കെ അതെ. ഇപ്പം വേറെ എത്ര വയസ്സായി നമുക്ക്? എത്ര? 51 ആകുമ്പോൾ നമ്മൾ ഈ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയും, സ്പോണ്ടലോസിസ് എന്നൊക്കെ പറയും, എല്ലിൻ്റെ തേയ്മാനങ്ങൾ. അതെ, എല്ലിൻ്റെ തേയ്മാനങ്ങൾ വരും. അപ്പോൾ തേയ്മാനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ മാറുന്നതനുസരിച്ച് പില്ലോ ചിലപ്പോൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരും. പില്ലോ സാധാരണയുള്ള ധാരണ പില്ലോ പാടില്ല എന്നുള്ളത്, തലയണ പാടില്ല എന്നുള്ളതാണ്. അതിന് പകരം തലയണ തോള് വരെ, ഇപ്പം ഞാൻ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ, തോള് വരെ. ശരി, കുഴപ്പമില്ല. അപ്പോൾ തോളിൻ്റെ ആ സൈഡ് വരെ തലയുടെ മുകളിൽ നിന്ന് നല്ല വീതി തലയണ ഉപയോഗിച്ച് കിടക്കാമെങ്കിൽ കുഴപ്പമില്ല. അതേസമയത്ത് സാധാരണ എല്ലാവരും തലയുടെ വയ്ക്കുന്ന കഴുത്തിൻ്റെ പിൻഭാഗം വന്ന് കഴുത്തിങ്ങനെ ഒടിക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ വീതി തലയണ വെച്ച് തീർച്ചയായിട്ടും. കേൾക്കുന്നുണ്ടോ? അതെ, പില്ലോ ഉപയോഗിക്കാതിരിക്കുമ്പോഴേ ചരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ കൈ കയറ്റി വയ്ക്കും. മലന്ന് കിടക്കുന്ന സമയത്തെ പില്ലോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ചരിഞ്ഞ് കിടക്കുമ്പോഴേ കഴുത്തിങ്ങനെ മടങ്ങും, അത് പാടില്ല. അപ്പോൾ അതിന് ഒരു ചെറിയ ഷീറ്റ് പോലെ വെക്കുന്നുണ്ട്. അതെ, അത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. നിങ്ങളെ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ എണീക്കുക, കുറച്ച് മാറ്റി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും മാറും. എന്തെങ്കിലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട്. എന്താ ബെൽറ്റ് ഉപയോഗിച്ച് കിടക്കുമ്പോൾ കുഴപ്പമുണ്ടോ? കഴുത്തിന് വേണ്ടി ബെൽറ്റോ? ഇപ്പം ബെൽറ്റ് വേണ്ട. അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും, അതുകൊണ്ട് ആവശ്യമില്ല. ഭയങ്കര വേദനയാണ്, അതിവേദനയാണെങ്കിൽ ബെൽറ്റ് വേണമെന്നല്ലാതെ ഇപ്പോഴും നിങ്ങൾ പറയുന്ന വേദന കേട്ടിട്ട് ബെൽറ്റിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കോളർ എന്ന് പറയും, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി ഏതെങ്കിലും ഡോക്ടറെ സമീപിച്ച് 1-2 പിന്നെ വ്യായാമങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഇത് ശരിയാകും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് രവീന്ദ്രനാഥ്. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പം അതായത് ഈ വേദന ഓരോരുത്തർക്ക് ആ വേദന എങ്ങനെ മാറണം, വേദനയാണല്ലോ ഏറ്റവും സഹിക്കാൻ വേദന, കാരണം ഡേ ടു ഡേ ലൈഫിൽ ഇത് വരുന്നതാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞില്ല, നമ്മളിപ്പോൾ പല ട്രീറ്റ്മെൻറ്റ്സിനെയും കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും നൂതനമായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ വാക്സ് ഡി എന്ന് പറഞ്ഞാണ്. എന്താണ് ഈ വാക്സ് ഡി എന്ന് പറഞ്ഞാൽ? എന്താണ് വാക്സ് എന്ന് പറഞ്ഞാൽ? ചെറിയ എയും എക്സുമാണ് വാക്സ്, പിന്നെ ക്യാപിറ്റൽ ഡി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെർട്ടിബ്രൽ ആക്സിയൽ ഡീകംപ്രഷൻ തെറാപ്പി. ഓക്കെ, എക്സ് ആണ് ആക്സിയൽ. അപ്പോൾ ഓരോന്നിനും ഒരു ആക്സിസ് ഉണ്ടല്ലോ, ആ ആക്സിയലായിട്ട് വെർട്ടിബ്ര പല രീതിയിൽ സ്പൈനൽ കോളം മൂവ് ചെയ്യുന്നുണ്ട്. അതിനെ ഒരു ഡീകംപ്രഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഡീകംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക് വെളിയിൽ ചാടിയാൽ അത് തിരിച്ചു വരണമെങ്കിൽ അത് നേരത്തെ ഇരുന്ന സ്പേസിൽ ഒരു ഡീകംപ്രഷൻ വരണം. അതായത് ഈ വെളിയിൽ ചാടിയിരിക്കുന്നില്ലേ, വെളിയിൽ ചാടിയത് അവിടെ കംപ്രഷനാണ്. അവിടെ ഒരു ഡീകംപ്രഷൻ വന്നാൽ മാത്രമേ ഈ ഡിസ്ക് വെളിയിൽ അകത്തോട്ട് തിരിച്ചു വരുള്ളൂ. സാധാരണ ഉള്ള ചികിത്സകളിൽ ഇപ്പോൾ ഫിസിയോതെറാപ്പിയിൽ ട്രാക്ഷനൊക്കെ ഉണ്ട്.
ആ ട്രാക്ഷനെ ഉപയോഗിക്കുന്ന ഒരു പിന്നെ 5 കിലോ അല്ലെങ്കിൽ 8 കിലോ അതിൽ കൂടെ പോകാനും മാക്സിമം 10 കിലോ കൂടെ ഈ പ്രത്യേകിച്ച് വാക്സ് ഡിയിൽ ഒരു 40, 50, 60 പൗണ്ട് വരെ അതിൻ്റെ തുല്യമായിട്ടുള്ള കിലോഗ്രാം കണക്കാക്കാം. നമുക്ക് അത്ര പേര് നമുക്ക് ട്രാക്ഷൻ കൊടുത്താൽ ഒരു കുഴപ്പവും വരില്ല. അതേസമയത്ത് സാധാരണ ഫിസിയോതെറാപ്പി ട്രാക്ഷൻ കൊണ്ട് ഒരു 10 കിലോ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയ്യോ എന്നുള്ള വേദനയായിരിക്കും. ഒരു വേദനയ്ക്ക് വേണ്ടി വേറെ വേദന അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ചില ലിഗമെന്റ്സും നമ്മുടെ അകത്തുള്ള ടിഷ്യൂസൊക്കെ പൊട്ടാനിടയുണ്ട്. ഈ വാക്സ് ഡിയിൽ അത് പൊട്ടില്ല. അതിൻ്റെ മേക്കപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സിസ്റ്റമാണ്. എല്ലാം കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്. അത് ഹോൾ ബോഡി ആകെ ഞെരുക്കി നല്ലൊരു കോർസെറ്റ് വെച്ചിട്ട് അതെല്ലാം കണക്ട് ചെയ്ത് ടെൻഷൻ മീറ്ററൊക്കെ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഈ ചികിത്സയിൽ കിടക്കുമ്പോൾ ഒന്നും തോന്നൂല, മരിക്കുന്നതൊന്നും തോന്നൂല. ക്രമേണ കൂട്ടി എല്ലാം കമ്പ്യൂട്ടർ വെച്ച് കൺട്രോൾ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട്, മനുഷ്യൻ്റെ കൺട്രോളല്ല, എല്ലാം കമ്പ്യൂട്ടർ വെച്ച് കൺട്രോൾ ചെയ്ത് ലാപ്ടോപ്പ് ഉണ്ട് അതിനകത്ത്, അതൊരു സൈഡ് വെച്ചിരിക്കും. അതെല്ലാം വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡീകംപ്രഷൻ ഉണ്ടാകും. പ്രൊവൈഡഡ് ആ കേസ് അതിന് ഉതകുന്ന രീതിയിലുള്ള കേസാണ് എന്ന് കണ്ടുപിടിക്കാൻ. ഇപ്പം ഇതിൽ ചെയ്യുന്നത് ഇപ്പം വാക്സ് ഡി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൽ ശരിക്കും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണ് അതിൻ്റെ ഒരു മെത്തേഡ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല പ്രഷർ കൊടുക്കുന്നു, ടെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ ടെൻഷൻ കൊണ്ട് ആ വെർട്ടിബ്രയുടെ ആ കൊളാപ്സില്ലേ, അവിടെ ആ വെർട്ടിബ്ര തമ്മിലുള്ള ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും. ട്രാക്ഷൻ അല്ല, ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുകയും എല്ലാം തുറന്ന് ഉള്ള സ്ഥലമല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. അവിടെ ഒരു വാക്വം എഫക്റ്റ് ഉണ്ടാകും. വാക്വം എഫക്റ്റ് വാക്വം ആക്കി കുറച്ച് നീട്ടി വരുമ്പോൾ ഒരു വാക്വം വരും, വേറെ അകത്ത് എയറൊന്നും കയറുന്നില്ല. ആ വാക്വം വരുമ്പോൾ അവിടെ നെഗറ്റീവ് പ്രഷർ ഉണ്ടാകും. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു -150 മില്ലിമീറ്റേഴ്സ് മെർക്കുറി വരെയുള്ള പ്രഷറാണ്. ഇത് സാധാരണ ഒരു മെഷീൻ കൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കില്ല. ഇതൊരു നവീന സംഗതിയാണ്. അമേരിക്കയിലുള്ള ഒരു റിസർച്ചൊക്കെ ചെയ്ത് അത് ഒരു പുതിയ രീതിയിൽ കണ്ടുവന്നിട്ട് അമേരിക്കൻ ഒരു നോൺ സർജിക്കൽ സ്പൈനൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവർ കണ്ടുപിടിച്ച സംഗതിയാണ്. അതിൽ പലതരം ജനറേഷൻ 1, ജനറേഷൻ 2, ഇപ്പം G3 ആണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്. അതിൽ പല കൺട്രോളും പല മോഡിഫിക്കേഷൻസും. ഇത് നടുവേദനയ്ക്ക് മാത്രമല്ല, ലോ ബാക്കിന് മാത്രമല്ല, കഴുത്തുവേദനയ്ക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു നല്ലൊരു ശതമാനം 95-99% വരെ കറക്റ്റായിട്ട് നമ്മളെ ഡയഗ്നോസ് ചെയ്ത് കേസ് എടുക്കാമെങ്കിൽ നല്ല ശതമാനം ഇത് ഇമ്പ്രൂവ് ചെയ്യും. ഡോക്ടർ പറഞ്ഞില്ലേ വാക്വം എന്ന് പറയുന്നത്, ഈ വാക്വം എന്താണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ചെയ്യുന്നത്? ഡോക്ടർ പറഞ്ഞ് വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വാക്വം ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ? വാക്വം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ കൊണ്ടാണ്. ഇത്രയും പവർ ഫോഴ്സ് ടെൻഷൻ കൊടുത്താൽ മാത്രമേ, സാധാരണ അവിടെ ഒന്നുമില്ല, അവിടെ നേരത്തെ ഡിസ്ക് ഉണ്ടായിരുന്നു, ആ ഡിസ്ക് വെളിയിൽ ചാടി. അപ്പോൾ ആ ചാടിയ ഡിസ്കിനെ തിരിച്ച് ആ ഞെരുക്കത്തിൽ എല്ലാം പൊട്ടൻഷ്യൽ സ്പേസ് ആണ്, അതിൽ കൂടെ അകത്ത് വരണമെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ വാക്വം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാധനം ഇങ്ങോട്ട് വന്നോളും. അതാണ് ഞാൻ ചോദിക്കാൻ. ഈ സമയത്ത് എങ്ങനെയാണ്, അതായത് വാക്വം ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇത് നോൺ സർജിക്കൽ ആണെന്ന് പറഞ്ഞു, അപ്പോൾ സർജറി ഇല്ലാത്ത അവസ്ഥയിൽ ഇത് തന്നെത്താൻ എങ്ങനെ ആയിക്കോളൂ? അതാണ് നമ്മുടെ സിസ്റ്റം. അതാണ് ഇപ്പം നിങ്ങൾ ഈ സിസ്റ്റം ഇല്ലെങ്കിലും നിങ്ങളിപ്പോൾ സപ്പോസ് ഡിസ്പൊലാപ്സ് എന്നിരിക്കട്ടെ, വെറുതെ നമ്മൾ റെസ്റ്റ് എടുക്കുന്നു, ഡോക്ടർമാരൊക്കെ അഡ്വൈസ് ചെയ്യും പോയി കിടക്കാന്ന് പറഞ്ഞാൽ, കിടന്നാലും ശരിയായിട്ട് കിടന്ന് വന്നാലും ഇത് ഒരു പരിധി വരെ കുറേ നാൾ കഴിഞ്ഞ് തിരിച്ചു വരും. ശരി. പക്ഷെ ആ റെസ്റ്റ് എടുക്കുമ്പോൾ ഉള്ള നെഗറ്റീവ് പ്രഷർ 5 മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പോൾ അത് 5 മില്ലിമീറ്റർ പ്രഷർ അവിടുത്തെ ആ വാക്വം എഫക്റ്റ് വരണമെങ്കിൽ സമയമെടുക്കും, കുറച്ച് കുറച്ചായിട്ട് വന്ന് വരും. ഇതങ്ങനെയല്ല, ഇത് നല്ല രീതിയിൽ വാക്വം ഉണ്ടാക്കിയിട്ട് അതിൽ നെഗറ്റീവ് പ്രഷർ വരുന്നുണ്ട്. വാക്വം നെഗറ്റീവ് പ്രഷർ റിലേറ്റഡ് ആണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് വരും. എന്നാലും ഇതിനൊരു 2-3 ആഴ്ചത്തെ ചികിത്സയുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? അത് ചങ്ങനാശ്ശേരിയിൽ ജോളിയാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ കേട്ടോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ജോളി സംസാരിച്ചോളൂ, കേൾക്കുന്നുണ്ട്. ഡോക്ടർ, എനിക്ക് 53 വയസ്സുണ്ട്. എത്ര? 53. എനിക്ക് 53 വയസ്സുണ്ട്. ഞാൻ ആദ്യം എനിക്ക് തുടക്കം പെടലി ഞരമ്പ് കഴിക്കുമായിരുന്നു. പെടലി ഞരമ്പ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കൊണ്ട് ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അവിടെ പെടലി ഇവിടെ ഇങ്ങനെ തേയ്മാനമാണ്, അതിന് വെയിറ്റ് ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പം വെയിറ്റ് ഇട്ട് കിടന്നു. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് കുറവുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എല്ലാ രീതിയിലും. ഇപ്പം വിറകീറും ഒക്കെ ചെയ്യും. അപ്പം
എനിക്ക് അന്നേരം ഡിസ്കിന് പ്രോബ്ലമായി, നടുവിന്. വീണ്ടും വെയിറ്റ് ഇട്ട് കിടന്നു, കുറഞ്ഞു. പിന്നെ കാൽസ്യ കുറവൊക്കെ ആയിരുന്നു, ഡോക്ടറിന് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. എങ്കിലും ഇപ്പോൾ എനിക്ക് എന്റെ പെടലിയുടെ അറ്റം തൊട്ട് എന്റെ നടുവിന്റെ അവിടം വരെയും നടു കഴയ്ക്കുന്നു, പെടലി ഞരമ്പ് കഴയ്ക്കുന്നു, കൈക്കെല്ലാം മരപ്പായി, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളരെയേറെ അസ്വസ്ഥതകളാകുന്നു എനിക്ക്. കൈ നിവർത്തി വെച്ച് കീഴോട്ടിട്ടാൽ മാത്രം കിടക്കാൻ പറ്റും, എല്ലാം കുഴഞ്ഞ്. ഞാൻ അതെ, മനസ്സിലായി. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഹാർഡ് വർക്കാണ് നിങ്ങൾക്ക് കൂടെ പിന്നെയും ആവർത്തിക്കുന്ന രീതിയിലുള്ള നടുവേദന. ആ ഹാർഡ് വർക്ക് എത്ര കുറയ്ക്കണം, എത്ര നാൾ വേണം റെസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് അത് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ വർക്ക് എത്ര എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡോക്ടറുമായിട്ട് നമുക്ക് കൂടുതൽ കൺസൾട്ട് ചെയ്ത് അതെല്ലാം മനസ്സിലാക്കിയേ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് ചില ടെസ്റ്റുകൾ, എക്സ്റേ, അതായത് MRI ഒക്കെ ഇപ്പോൾ പുതിയ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതിനെ എടുത്താൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമത്തിൽ കൂടെ നിങ്ങൾക്ക് കിട്ടാവുന്ന അഡ്വൈസ്, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാറിയെന്നുണ്ടെങ്കിൽ ഒരു 3 ആഴ്ചയെങ്കിലും നിങ്ങൾ മറ്റേ സാധാരണ ജോലിക്ക് പോകാതെ വിശ്രമിച്ച് പെട്ടെന്ന് കുനിയുന്നത്, പെട്ടെന്ന് പിന്നെ തുണി നനയ്ക്കാനായിട്ട് കുനിയുമല്ലോ, കുനിഞ്ഞ് വെയിറ്റൊക്കെ തൂക്കും, ഇല്ലെങ്കിൽ തറ കുനിഞ്ഞ് തുടയ്ക്കുന്നു, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെയിറ്റ് എടുക്കുന്നു, അങ്ങനെയുള്ള ജോലികൾ. ഇത് കുറേ നേരം ഇരുന്ന് 2 മണിക്കൂർ നേരം ചിലപ്പോൾ ഒരേ രീതിയിൽ ഇരുന്ന് ടെലിവിഷനൊക്കെ കാണും, അതും പാടില്ല. കണ്ടമാനം നിൽക്കുന്നു, ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ അവോയ്ഡ് ചെയ്ത് ഒരു 3 ആഴ്ച നിങ്ങൾ സൂക്ഷിക്കാമെങ്കിൽ ഒരു പരിധി വരെ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇപ്പോൾ കൂടെ വരുന്നത് ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞായിരിക്കും വരാവുന്നത്. അങ്ങനെയും പിന്നെയും വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അൻസി എന്ന ചികിത്സയിൽ വരാമെങ്കിൽ അതിനും നല്ല രീതിയിലുള്ള ഒരു അനാലിസിസൊക്കെ കഴിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ജോളി. ഡോക്ടറെ ന്യൂറോയെ കാണിച്ചുമായിരുന്നു. പറയൂ. ന്യൂറോ ഡോക്ടറെ കൂടെ കാണിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റിനെ എനിക്ക് കുറിച്ച് തന്നു. പറയൂ, അതെന്ത് ടെസ്റ്റാ? അപ്പം കുറിച്ച് തന്നപ്പോ എന്റെ കൈയുടെ മരത്തിനൊക്കെ ഇച്ചിരി കുറവുണ്ട്. അപ്പം അതിനുള്ള ഗുളികളൊക്കെ തന്നെ ഒരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ടെസ്റ്റിന്റെ അറിയത്തില്ല, അതിനുള്ള നോളേജ് ഇല്ല. അതുകൂടെ ചെയ്തിട്ട് ഡോക്ടറുടെ അഭിപ്രായമൊക്കെ നോക്കിയിട്ട്, അതെ, അതുകൂടെ ചെയ്തിട്ട് ഡോക്ടറുടെ അഭിപ്രായം കഴിഞ്ഞിട്ട് കുറയുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ആലോചിച്ച് മിക്കവാറും കുറയും. ഞാൻ പറയുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതി ആദ്യം ഒരു 3 ആഴ്ചത്തേക്ക് നല്ല രീതിയിൽ വിശ്രമം കൊടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുക, നിങ്ങൾ കുറച്ച് സൂപ്പർവൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ കുറച്ച് നാളത്തേക്കൂടെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. ജോലി അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു നല്ലൊരു ആശ്വാസം വരണമെങ്കിൽ ഈ ഡോക്ടർ പറഞ്ഞ ആൻസി എന്ന് പറഞ്ഞ ഇതിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇപ്പോൾ നമ്മളിവിടെ സ്ക്രോൾ ചെയ്ത് കാണിക്കും, കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ശരി, താങ്ക് യു ജോളി. ഓക്കെ, കാരണം ഇപ്പം ഇവർ പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അതായത് ജോലി ഒരുപാട് ചെയ്തിട്ട് നാട്ടിൻപുറമാണ്, അപ്പോൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അവരവർ തന്നെ ജോലി ചെയ്താലേ ഒരു തൃപ്തിയുള്ളൂ എന്നുള്ള കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ വീട്ടിലെ ജോലി എല്ലാം അവരവർക്ക് തന്നെ ചെയ്യണം, കാരണം ആ പെർഫെക്ഷനിൽ വരണം. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യില്ല, ആർക്കും കൊടുക്കില്ല ആ ജോലി. അപ്പോൾ എല്ലാം ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരുന്ന അവസ്ഥയാണ് ഈ പറയുന്നത് പോലെ. ഇപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഒരു ജീവിത രീതി മാറ്റുക, കുറച്ച് ജോലികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഈ പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ്. ഇതുപോലെ ഇപ്പോൾ വാക്സിൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും നമ്മൾ എത്രത്തോളം നമ്മൾ റെസ്റ്റ് എടുക്കണം? അതെ, ഒരു വാക്സിൻ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരു 3 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച വരെ നമുക്ക് പ്രോഗ്രാം ഇരിക്കേണ്ടത്. ആ സമയത്ത് സാധാരണ കടുത്ത ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. ഈവൻ ഡ്രൈവിംഗ് പോലും നല്ല വേദനയാണെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല. വാക്സിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ കോഴ്സ് കഴിഞ്ഞ ശേഷം പിന്നെയും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ആഴ്ചയിലൊരിക്കൽ വാക്സിൻ ഒരു മാസത്തേക്കോ 1.5 മാസത്തേക്ക് ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കൽ, മറ്റേത് എല്ലാ ദിവസവും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഒരു 1.5 മാസത്തേക്ക് എല്ലാ കടുത്ത ജോലിയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോളിയുടെ ചോദ്യത്തിന് പറഞ്ഞല്ലോ, അതുപോലെ അവോയ്ഡ് ചെയ്യുന്നതാണ് വളരെ ഉത്തമം. ആരും റെസ്റ്റ് എടുക്കുന്നില്ല, എല്ലാവരും ബിസിയാണ് ഈ കാലത്ത്. ഉടനെ യാത്ര ചെയ്യണം. ബസ്സിൽ തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെ ബസ്സിൽ പോകും. ആ പോയി ഇറങ്ങുമ്പോൾ പിന്നെയും വരും. മനസ്സിലല്ലേ, ഒരു വല്ലാത്ത സെമി സ്ലീപ്പർ എന്നൊക്കെ പറഞ്ഞ സീറ്റൊക്കെ ഉണ്ടാകും, അതൊക്കെ വന്ന് ഞാൻ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വളരെ സിമ്പിളായ സംഗതി, നമ്മുടെ ജോലിയെ മോഡിഫൈ ചെയ്യുക, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളെ മോഡിഫൈ ചെയ്യുക, വ്യത്യാസപ്പെടുത്തുക. TV വാച്ച് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നത്, ഇതെല്ലാം കുറച്ച് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഫ്രീക്വൻറ്റ് ചേഞ്ച് ഓഫ് പൊസിഷൻ,
നമ്മുടെ പോസ്റ്ററാണ് നമ്മുടെ ഇത്. നമ്മൾ തന്നെ ഒരു ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറുമല്ലോ. ആ മാറുന്ന രീതിയിൽ നമ്മൾ എല്ലാ ജോലിയും മുറിച്ച് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഈ വാക്സ് ഡി നേരത്തെ ലതിക ചോദിച്ച ആ ചോദ്യത്തിൻ്റെ പ്രസക്തി വളരെ പ്രധാനമാണ്. വാക്സ് ഡി വന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെയും വരും. അതുകൊണ്ട് ഒരു മാസം വരെ നമ്മൾ വളരെ സൂക്ഷിച്ചാൽ നല്ല ശതമാനം ഇമ്പ്രൂവ്മെന്റ് വരും എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം ഈ വേദന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പേടി ഉണ്ടാകുന്ന മുഴുവൻ സർജറിയെക്കുറിച്ചാണ്. അപ്പോൾ സർജറി ഒഴിവാക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അത് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? അതെ, ഇപ്പോൾ ആക്ച്വലി സർജറി പല രീതിയിലും പെട്ടെന്ന് ചെയ്യുന്ന സർജറികളൊക്കെ ഉണ്ട്. അതായത് ഉടനെ തന്നെ ഈ സുഷിരം കീ ഹോൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അത് വെച്ച് ഉടനെയൊക്കെ എടുത്തു വിടും. എന്നാലും അവർ വിശ്രമിച്ചില്ലെങ്കിൽ പിന്നെയും ഇത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സർജറി ചെയ്തിട്ടും നടുവേദന വരികയാണെങ്കിൽ അതിനെ ഞങ്ങൾ പറയുന്നത് ഫെയിൽഡ് ബാക്ക് സിൻഡ്രോം. ഡോക്ടർ, നമ്മൾ സർജറിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പേടിയാണ് എല്ലാവർക്കും. അപ്പോൾ അതിനകത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു ആശ്വാസമാണ് ഈ ആൻസി എന്ന് പറയുന്ന ചികിത്സ. അതായത് ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതായത് നോൺ സർജിക്കൽ സ്പൈൻ ഇതാണ് വരുന്നത്. അപ്പം ഈ സ്പൈനിൽ പല ഇതും, അതായത് നമ്മുടെ സ്പൈൻ കഴുത്തിൻ്റെ അവിടെ ഭാഗം തൊട്ട് നടുവരെ, അതുപോലെ കാലിലേക്കും ഇതൊക്കെ ഇത് ചെയ്യുന്നു. ഇതേപോലെ ചിലവർക്ക് ഈ കഴുത്ത് വേദന വരുമ്പോഴത്തേക്കും ഒരു തല കറക്കം പോലെ ഉണ്ടാവുന്നുണ്ട്. അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ അതോ അത് തന്നെ വേറൊന്നാണോ? തല കറക്കം കഴുത്ത് വേദനയുടെ ഭാഗമായിട്ടും വരാം, ചെവിയുടെ ചില കൺട്രോളിങ് സിസ്റ്റം കൊണ്ടും വരാം. അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് പരിശോധിച്ച്, ചെവിയുടെ ഒന്നും കുഴപ്പമില്ല, ഇന്റേണൽ ഇയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിലുള്ള ബാലൻസ് സിസ്റ്റം, കോക്ലിയർ, അതിൻ്റെ ബാലൻസ് സിസ്റ്റം കൊണ്ട് വരാം. അപ്പോൾ അത് അല്ലാന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം കഴുത്താണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ചികിത്സ കൊണ്ട് വാക്സ് ഡി കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ പിന്നെ നമുക്ക് ചെയ്യാം. അതേസമയത്ത് ഈ ഡിസ്ട്രാക്ഷൻ, അതായത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, മിക്കവാറും ഈ തല കറക്കം വരുന്നത് ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ്. 35-40 കഴിഞ്ഞാലാണ് വരുന്നത്. അതായത് സ്പോണ്ടലോസിസ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഡീജനറേറ്റീവ് ഡിസീസ്. അപ്പോൾ അവർ ഈ എല്ലുകൾ തേഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്പലാപ്സ് ഒക്കെ ഞരമ്പിൽ നെർവിലാണ് അമർത്തുന്നത്. ഈ തലക്കറക്കം വരുന്നത് ബ്ലഡ് വെസൽ, ധമനികൾ കേട്ടിട്ടില്ലേ, സിരകൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ബ്ലഡ് വെസൽ തലച്ചോറിലേക്ക് പോകുന്ന ചില ആർട്ടറീസ് ഉണ്ട്. ആ ധമനിയിൽ ഈ ഒരഞ്ഞ എല്ല് ഇല്ലെങ്കിൽ ഈ ഡിസ്ക് അമർത്തുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആ ആർട്ടറി ഞെരുങ്ങി പോകുന്നു. ഒരു കുറേ നേരത്തേക്ക് ട്രാൻസിയൻറ്റ് സെക്കൻഡ് തലച്ചോറിലേക്ക് പിന്നെ രക്തമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തലക്കറക്കം വരും. നമ്മൾ പൊസിഷൻ മാറ്റും, ആ പ്രഷർ മാറും, അത് വരും. എന്നാൽ അത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും, കടന്ന് എണീക്കാനൊക്കില്ല. അപ്പോൾ അതിനൊക്കെയാണ് ചികിത്സ വേണ്ടത്. അപ്പോൾ അത് ഒരു നല്ലൊരു ശതമാനം ഈ സ്പോണ്ടലോസിസ്, ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ് കൊണ്ട് വരുന്ന തലക്കറക്കങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിയായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് നമുക്ക് ചികിത്സ കൊടുക്കാം. ഈ ചികിത്സ തന്നെ വാക്സ് ഡി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ വാക്സ് ഡി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഫുൾ കോഴ്സ് എങ്ങനെയാണ് വരുന്നത്? അതിന് മുമ്പ് ഇത് ആർക്കെല്ലാം കൊടുക്കണം, ആർക്കെല്ലാം വേണ്ടെന്ന് പറയുന്നത് നന്നായിരിക്കും. ഞാൻ തീർച്ചയായിട്ടും മറ്റേത് പറയാം. അപ്പോൾ അതുകൊണ്ട് ആർക്കാണ് നമ്മളെ ഇംഗ്ലീഷ് പറഞ്ഞ ഇൻഡിക്കേഷൻസ്, ചുമ്മാ എല്ലാവർക്കും നമുക്ക് വാക്സ് ഡി കൊടുക്കാൻ പറ്റുമോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വാക്സ് ഡി ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നടുവേദന, കഴുത്തുവേദന, സാധാരണ മാറാത്ത വേദനകളുണ്ടല്ലോ, ഈ ഡിസ്ക് പലാപ്സ്, ഡീജനറേഷൻ കൊണ്ട് വരുന്നത്, അതെല്ലാം എടുക്കാം എല്ലാവർക്കും. പിന്നെ ഈ ഡിസ്ക് പലാപ്സ് കൊണ്ട് നമ്മൾ ഇതുവരെ പറയാത്തൊരു സംഗതിയാണ്, ഈ വേദനയോടൊപ്പം തന്നെ ആ ഞരമ്പിനെ കുറച്ചുകൂടെ അമർത്തിയാൽ ചിലപ്പോൾ പാരാലിസിസ്, തളർച്ച വരും. കൈയുടെ ചില മാംസപേശികൾ ചലിക്കാനൊക്കാതെ, നടുവേദനയാണെങ്കിൽ, ലോ ബാക്കിലാണെങ്കിൽ കാലിൽ തള്ളവിരൽ ഇല്ലെങ്കിൽ ആംഗിൾ ജോയിൻറ്റ് ചലിക്കാതെ പൊക്കാനൊക്കില്ലാതെ, അതൊക്കെ പാരാലിസിസാണ്. അതിനെ ഞങ്ങൾ പറയുന്നത് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് എന്ന്. നേരത്തെ ഒരു പേഷ്യൻ്റ് ഒരു ന്യൂറോളജിസ്റ്റ് കണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിനാണ് അദ്ദേഹം പ്രത്യേകം ടെസ്റ്റൊക്കെ പറഞ്ഞത്, ഏതോ ഡെഫിസിറ്റ് ഉണ്ടാകാം. അപ്പോൾ ആ ഡെഫിസിറ്റ് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ അതിന് ഡെഫിസിറ്റ് വന്നാൽ നമ്മൾ നോക്കും, 2-3 ദിവസം നോക്കും കൺവെൻഷനായിട്ട്. ഇപ്പോഴത്തെ ഈ അൻസി വരുന്നതിന് മുമ്പുള്ള ഒരു ഇതാവസ്ഥ പറയുന്നത്, ആ ഡെഫിസിറ്റ് വരുന്നതിന് മുമ്പ് അത് ഡെഫിസിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡെഫിനിറ്റ് സർജിക്കൽ ഇൻഡിക്കേഷനാണ്. ഈ വിരൽ പൊക്കാനൊക്കൊന്നില്ല, തള്ളവിരൽ പൊക്കാനൊക്കൊന്നില്ല എന്ന് പറയുമ്പോഴേ അത് ഇന്ന് കുറച്ച് പൊക്കി നാളെ ആകുമ്പോൾ ഒട്ടും പൊക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സർജറി ചെയ്യുക എന്നുള്ളത് നല്ല സംഗതിയാണ്. ബിക്കോസ് ആ പ്രശ്നം ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റണം, ഇല്ലെങ്കിൽ അത് തളർച്ചയായി പോകും. അങ്ങനെയുള്ള കേസും നമുക്ക് അൻസിയിൽ കൊണ്ടുവരാം, ഒരു ഇൻഡിക്കേഷൻ. അതായത് ഇപ്പം നമ്മൾ ഏളിയായിട്ട് കണ്ടു,
ഉടനെ സർജറിക്ക് വേണമെന്ന് ഇപ്പം ഇരിക്കുന്ന ഒരു ആ തോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇത് കൊണ്ടുവന്നാൽ നല്ല നെഗറ്റീവ് പ്രഷർ കൊടുത്ത് ഡിസ്ട്രാക്ഷൻ കൊടുത്ത് ഇത് പിന്നെ ഡീകംപ്രഷൻ ചെയ്യാമെങ്കിൽ അത് തിരിച്ചു വന്നാൽ അപ്പം തന്നെ അത് മാറും. ഒരു 6 മാസം 7 മാസം വരെ അത് പാരാലിസിസ് ആയിട്ട് ഇരിക്കുന്നില്ല, ഉടനെ തന്നെ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയുള്ള കേസും എടുക്കാം. സാധാരണ വേദനയോടൊപ്പം തന്നെ പാരാലിസിസ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫെയിൽഡ് ബാക്ക് സിൻഡ്രോം ഉണ്ട്. ഈ ഫെയിൽഡ് ബാക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുമ്പോഴേ ഈ ഡിസ്ക് പ്രൊലാപ്സിനുള്ള ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലിൻ്റെ പോർഷനൊക്കെ മുറിച്ചാലേ ആ ഡിസ്കിൻ്റെ ഏരിയയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില സർജൻസ് അതിൽ ഈ സ്ക്രൂവും ആണിയൊക്കെ വെച്ച് മുറുക്കി വെക്കും. അങ്ങനെ മുറുക്കി വെച്ച ഒരു ഫെയിൽഡ് ബാക്ക് ആണെങ്കിൽ പിന്നെ വേദന വരുന്നുണ്ടെങ്കിൽ അത് അൻസി ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് അങ്ങനെ ആണിയൊന്നും വെച്ചിട്ടില്ല, വെറും ഫെയിൽഡ് ബാക്കാണ്, പിന്നെയും ഓപ്പറേഷൻ ചെയ്തു ഡിസ്ക് എടുത്ത് കളഞ്ഞു എന്നിട്ട് മരുന്നുണ്ടെങ്കിൽ അതും ഒരു ഡെഫിനറ്റായിട്ട് നമുക്ക് ഈ അൻസി കൊണ്ട് മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ 3 എണ്ണമാണ് നമുക്ക് പ്രധാന ഇൻഡിക്കേഷൻസ്. കോൺട്രാ ഇൻഡിക്കേഷൻസ് കണ്ടമാനമുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ക്യാൻസർ പലയിടത്തും വരുന്നുണ്ട്. ക്യാൻസറിൻ്റെ ഡെപ്പോസിറ്റ് വെർട്ടിബ്രയിൽ കശേരുക്കളിൽ വരാം. പിന്നെ ചിലപ്പോൾ ജനിക്കുമ്പോഴേ തന്നെ ചില എല്ലുകൾക്ക് അബ്നോർമാലിറ്റി ഉണ്ടാകാം. ഇത്തരം കാരണങ്ങൾ പിന്നെ ഓസ്റ്റിയോപൊറോസിസ് ഉള്ളവർ. പിന്നെ സ്പോണ്ടോലിസ്തസിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് എല്ലാം അടിക്കടിക്ക് വെച്ചിരിക്കുന്നില്ലേ, അതിൻ്റെ ബാക്കിലുള്ള ഒരു പോർഷനിൽ ഒരു വിടവ്, ഒന്നുകിൽ ജന്മനാലായിട്ടോ ഇല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് കൊണ്ട് വിടവ് വന്നാൽ ഈ എല്ല് പതുക്കെ മുന്നോട്ട് പോകും. ഒരെല്ല് സ്ലിപ്പിംഗ് ഓഫ് ദ വെർട്ടിബ്ര. അങ്ങനെ പോവുകയാണെങ്കിൽ അതിനെ ലിസ്തസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിനെ നമ്മൾ ഈ അൻസിയിലെ ഡീകംപ്രഷൻ കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല. അതേ സമയത്ത് അതിൻ്റെ ഏർലി സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് 3 സ്റ്റേജ് ഉണ്ട്. ആ ഇതിലെ 1 or 2 സ്റ്റേജ് ആണെങ്കിൽ ലിസ്തസിനെ നമുക്ക് അൻസി കൊണ്ട് ശരിയാക്കാൻ പറ്റും. അതേസമയത്ത് ഭയങ്കരമായിട്ട് പ്രലാപ്സ് ചെയ്താൽ അൻസി കൊണ്ട് ഉപദ്രവേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചില ഇൻഡിക്കേഷൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻസ്. പിന്നെ ഈ കശേരുവിൽ തന്നെ ചില ട്യൂമേഴ്സ്, അതിൽ ഒരെണ്ണമാണ് ബ്ലഡ് വെസൽ ട്യൂമർ, ഹീമാൻജിയോമ എന്ന് പറയും. അതായത് കശേരുവിൻ്റെ കട്ടി ഉണ്ടല്ലോ, കാഠിന്യം അത് കുറവാ, അകത്ത് മുഴുവൻ ബ്ലഡ് വെസലാണ്. അപ്പോൾ അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ പൊട്ടും. അപ്പോൾ അതിൽ പാടില്ല, അത് പാടില്ല. അപ്പോൾ അതുപോലെ ഒരാളിപ്പോൾ പെട്ടെന്ന് വീണു, ഒരു നട്ടെല്ല് ഒടിഞ്ഞു, ഉടനെ കയറി അൻസി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പാടില്ല. അങ്ങനെ പല ഇത് നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസും മനസ്സിലാക്കിയിട്ട് വേണം ഈ ചികിത്സയിലേക്ക് പോകാൻ. ഇനി നിങ്ങൾ പറഞ്ഞ ചോദ്യമാണ് ഈ ചികിത്സ എന്ന് പറഞ്ഞത്. അതിനെപ്പറ്റി തീർച്ചയായിട്ടും, അതായത് എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? അതായത് ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് വരുന്നു, ഡോക്ടർ പറഞ്ഞ ഇൻഡിക്കേഷൻസോട് കൂടിയുള്ള ഒരു പേഷ്യന്റ് വരികയാണ്, അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ വിധം എങ്ങനെയാണ്? അതെ, ഇപ്പോൾ ട്രീറ്റ്മെന്റിന് മുമ്പ് നമുക്ക് അതിൻ്റെ ആക്ച്വലി വി കോൾ ഇറ്റ് ആസ് മാനേജ്മെൻറ്റ് ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ മാനേജ്മെൻറ്റിൽ അതിൻ്റെ ഡയഗ്നോസിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആര് ചികിത്സിച്ചാലും മിക്കവാറും ഇപ്പോൾ വരുന്നവർക്കെല്ലാം MRI എല്ലാം ഉണ്ട്. എന്നാലും ചിലപ്പോൾ ചിലർ MRI കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ MRI നമുക്ക് ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷനാണ്. അത് എല്ലാം എടുത്ത് റെഡിയാക്കി ഇതിൻ്റെ എവിടെയാണ് പ്രലാപ്സ് എന്ന് തിട്ടപ്പെടുത്താൻ ഈ MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറയും. ആ ഇമേജിംഗ് സ്റ്റഡീസ് പല വെറൈറ്റി ഉണ്ട്. ഡൈ കൊടുത്തിട്ട് ഡൈ കൊടുക്കാത്ത എല്ലാം ഉണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് ഡയഗ്നോസിസ് കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിലാണ് ഇല്ലെങ്കിൽ ലോ ബാക്കിലാണ് വേദന എന്നുണ്ടെങ്കിൽ അത് സാധാരണ വരുന്ന പ്രലാപ്സ് L4, ലംബാർ 4, ലംബാർ 5. ലംബാർ 5 കഴിഞ്ഞ് S1 എന്ന് പറയും. ആ ഏരിയയിലുള്ള ഇതാണ്. കഴുത്താണെങ്കിൽ C4 മുതൽ C5, C6, C7 വരെ ചിലപ്പോൾ വരാം. അപ്പോൾ ആ രീതിയിലുള്ള ഞരമ്പുകളൊക്കെ അമർത്തപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കൊക്കെ നമുക്ക് എടുത്തിട്ട് അതിന് ആ ഏരിയയിൽ കഴുത്തിന് പ്രത്യേക ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ട്രാക്ഷൻ പോലെയല്ല, അത് കറക്റ്റായിട്ട് പിടിക്കാം. അപ്പോൾ പേഷ്യൻറ്റിന് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ കടന്നതുപോലെ കറക്റ്റായിട്ട് കടത്തി അത് പിന്നെ ഒരു പ്രത്യേക രീതിയിൽ കൈ പിടിക്കാനുള്ള ഒരു സ്ഥലം, ഡിസ്ട്രാക്ഷൻ കൊടുക്കാനായിട്ട്, ഡീകംപ്രഷൻ കൊടുക്കാനായിട്ട് അതുണ്ട്. ആ കൈയിൽ പിടിക്കാനുള്ള ഹാൻഡ് ഗ്രിപ്പ് എന്ന് പറയും. ഹാൻഡ് ഗ്രിപ്പ് പേഷ്യൻറ്റിന് വല്ലതും അബ്നോർമലായിട്ട് ഫീലിംഗ് വല്ലതും തോന്നിയാൽ അയാൾ വിട്ട് കഴിഞ്ഞാൽ ഉടനെ ട്രീറ്റ്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആ സേഫ്റ്റി പ്രിക്കോഷൻസും എല്ലാം ഇതിലുണ്ട്. അതിൽ ടെൻഷൻ കൂട്ടാനായിട്ട് ആദ്യം ഒരു ചെറിയ ടെൻഷനിൽ തുടങ്ങും. അത് തെറാപ്പിസ്റ്റ്
ടെക്നീഷ്യൻ ഉണ്ടല്ലോ, അദ്ദേഹം അതുപോലെ രീതിയിൽ അതൊക്കെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞല്ലോ, എല്ലാ സംവിധാനങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മോണിറ്ററിംഗ് കൊണ്ട് കഴിഞ്ഞിട്ട് അത് പേഷ്യൻറ്റ് നോക്കിയിട്ട് ഓരോ ദിവസവും ആദ്യ ദിവസം തന്നെ നല്ല ഡിസ്ട്രാക്ഷൻ കിട്ടിയതിന് കുറച്ചുകൂടെ നമുക്ക് കൊടുക്കാം, ഡീകംപ്രഷൻ കൊടുക്കാം. കൊടുത്ത് ഒരു 2-3 ദിവസം ആദ്യമൊക്കെ ഈ ഡീകംപ്രഷൻ കൊടുക്കുമ്പോഴേ ഈ നല്ല ഹൈ ടെൻഷനല്ലേ കൊടുക്കുന്നത്, അത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വെളിയിലുള്ള ഈ ഡിസ്കിന് വെളിയിൽ സോറാകും, ചെറിയ ഒരു നീറ്റലൊക്കെ തോന്നും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ടെൻഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ റെഗുലറായിട്ട് കൊടുത്ത് ഒരു 10 ദിവസം കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ തന്നെ മോഡിഫൈ ചെയ്ത് ഒരു 40 പൗണ്ട് 60 പൗണ്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഒരു 40 മുതൽ 60-65 വരെ കൊടുക്കാം. ആണുങ്ങളാണെങ്കിൽ 50 മുതൽ 80-75 പൗണ്ട് വരെ നമുക്ക് കൂട്ടി കൊടുക്കാം. ഇതൊക്കെ വേറെ ഒരു സിസ്റ്റത്തിലും പറ്റില്ല. ഈ വാക്സ് ഡീൽ മാത്രമേ ഇത് പറ്റുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. പേരെന്താണ്? തൃശ്ശൂരിൽ നിന്നാണ്. അതെ, പേര് പറഞ്ഞോളൂ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ശാന്ത. ടിവിയിൽ ശ്രദ്ധിക്കല്ലേ, ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിക്കുക കേട്ടോ. ശാന്തയാണ് വിളിക്കുന്നത്. അതെ അതെ, ഡോക്ടർ പറഞ്ഞോളൂ ശാന്ത, എന്താ പ്രശ്നം? എനിക്ക് നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് ഒരു 3-4 വർഷം മുമ്പ് എനിക്കൊരു ഡിസ്കിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, നട്ടലിന്റെ. എവിടെ, കഴുത്തിലാണോ പിന്നെ ലോ ബാക്ക് താഴത്തിലാണോ നടുവിലാണോ? ഹലോ, നടുവിലാണോ കഴുത്തിലാണോ, എവിടെയാണ് ഡിസ്ക് പ്രോബ്ലം? നടുവിന്. മനസ്സിലായി, പറഞ്ഞോളൂ. സ്പൈനൽ കോഡിന്റെ മനസ്സിലായി, അറ്റത്ത്. മനസ്സിലായി. അപ്പൊ എനിക്ക് അതിന് നല്ല വേദനയും കാലിന് പെരുപ്പും തരിപ്പും ഒക്കെ വന്ന ഒരു ബലക്കുറവൊക്കെ വന്ന അവസാനം എനിക്ക് അത് ഓപ്പറേഷൻ ചെയ്ത് കട്ട് ചെയ്ത് വന്നു. മിക്കവാറും ശരിയായിരിക്കുമല്ലേ ഇപ്പൊ? അല്ലേ, ഇപ്പൊ ശരിയായി. പക്ഷെ ഇപ്പൊ എനിക്ക് കാലിന് ഒരു 4 വർഷമായി കഴിഞ്ഞിട്ട് ഇപ്പൊ കാലിന് എനിക്ക് ഒരു വർഷത്തോളമായി കാലിന് തരിപ്പ്. ഏത് കാലിന്? കാലിന്റെ മുട്ടിനൊക്കെ വേദന. 2 മുട്ടിനാണോ ഒരു മുട്ടിനേ ഉള്ള? 2 കാലിലും ഉണ്ട്, ഒരു കാലിലേ ഉള്ള? 2 കാലിനും ചിലപ്പോ ഉണ്ട്, പക്ഷെ ചെയ്ത കാലം ഇടത് കാലാണ്. അതിനിപ്പോ നല്ല വേദനയും തരിപ്പും, കുറച്ച് നടന്നു കഴിഞ്ഞാൽ കഴപ്പൊക്കെയാണ്. അതെ അതെ. ഡോക്ടർ എന്ത് പറയുന്നു? നിങ്ങളുടെ ചികിത്സിച്ച ഡോക്ടർ എന്ത് പറയുന്നു? കണ്ടോ? ചികിത്സിച്ച ഡോക്ടർ എന്ത് പറഞ്ഞു? കട്ടായി പോയി. ഡോക്ടർ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഇപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇപ്പോൾ ഒരു കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഉള്ള സാങ്കേതിക, അപ്പോൾ അവരുടെ ഡോക്ടറെ തന്നെ അവർ കൺസൾട്ട് ചെയ്ത് അവർ അതിനുള്ള പ്രതിവിധി തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ അടുത്ത സർജറി ചെയ്യാൻ ചാൻസ് ഇല്ല, ഒരു സർജറിയെ അവർ സമ്മതിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഡിസ്ക് കൊളാപ്സ് ആകാം. ശരി. ഇല്ലെങ്കിൽ നേരത്തെയുള്ള ഡിസ്ക് പിന്നെ എടുത്തതിന് ശേഷം ഇവർ ശരിയായിട്ട് റെസ്റ്റ് എടുത്ത് കാണില്ല. അതുകൊണ്ടായിരിക്കും പിന്നെയും ആ നെർവിലേക്കുള്ള പ്രഷറാണ് മാറാത്തത്. അതിന് അതുപോലുള്ള സംഗതികൾക്ക് ഇപ്പോൾ ഉള്ള കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് ഒന്നും പറ്റില്ല. വാക്സ് ഡി തന്നെ, ഡീകംപ്രഷൻ തന്നെ പറ്റും. അത് ആക്സിയൽ കൊടുത്താൽ ഈ ഇതിലാണെങ്കിൽ ഫെയിൽഡ് ബാക്ക് സിൻഡ്രോം എന്ന് നമുക്ക് പറയാം. ഇതൊരു ഫെയിൽഡ് ബാക്ക് സിൻഡ്രോമാണ്. ഇതങ്ങനെ നീണ്ടുപോകുന്നു, മറ്റേ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം രോഗികൾ ഫെയിൽഡ് ബാക്ക് സിൻഡ്രോം ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വാക്സ് ഡീല് നല്ല രീതിയിൽ അവർക്ക് ചെയ്ത് കൊടുക്കാം. പ്രൊവൈഡർ വേറെ ഞാൻ പറഞ്ഞില്ലേ, മെക്കാനിക് ഇംപ്ലാന്റ്സ് ഒന്നും പാടില്ല. ഈ ഓപ്പറേഷൻ സമയത്ത് ഒരു വീക്കാണ്, ഞാനൊരു സ്ക്രൂ വെച്ചെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതെ അതെ. അപ്പോൾ ഡോക്ടർ, ഇപ്പം ഈ നമ്മൾ കഴുത്ത് വേദന പറഞ്ഞു, നമ്മൾ പുറം വേദന, ഇപ്പോൾ ചിലർക്ക് ഒരുപാട് പേർക്ക് മുട്ടുവേദനയുണ്ട്. ആ മുട്ടുവേദനയുള്ളവർക്ക് ഈ വാക്സ് ഡി കൊണ്ട് വല്ല ഇതുണ്ടാവുമോ? ഇവർക്ക് 50 മറ്റോ വയസ്സായിരുന്നു. അതെല്ലാം ഞങ്ങൾ പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ്. മുട്ടുവേദന, അവിടുത്തെ മുട്ടിലെ ഡിസ്ക് ആണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അതിന് ഇത് പറ്റില്ല. ഇത് നട്ടലിന് മാത്രമാണ്. സ്പൈനൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞില്ലേ, ആ സ്പൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതേ സമയത്ത് ഒരു കാലിന് മാത്രം, ഇല്ലെങ്കിൽ ചില കാലിന്റെ ബാക്ക് വശം ഞരമ്പുകൾ അതുപോലുള്ള മുട്ടുവേദനയാണെങ്കിൽ, അത് നമ്മുടെ സാധാരണ ആൾക്കാരും അതിനെ മുട്ടുവേദന എന്ന് പറയും. ആ വേദനയാണെങ്കിൽ നമുക്ക് ഡീകംപ്രഷൻ കൊണ്ട് ഈ സ്പൈനൽ ട്രീറ്റ്മെന്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അതേസമയത്ത് വയസ്സാകുന്ന രീതിയിലുള്ള ഡീജനറേറ്റീവ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണെങ്കിൽ, അതായത് കാർട്ടിലേജ് തേഞ്ഞു പോയി, അല്ലെങ്കിൽ ഇവിടുത്തെ ലിഗമെന്റ് പൊട്ടിപ്പോയി, അതിനൊന്നും ഇത് പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഈ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് വേദന, എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും അത് അതിൻ്റെ ഏർലി സ്റ്റേജസിൽ മാറ്റാൻ പറ്റുന്ന ഒരുപാട്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരുപാട് ഇൻഡിക്കേഷൻസിൽ ചെയ്യാൻ പറ്റുന്നതാണ്.
ഈ വാക്സിൻ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം കഴുത്ത് വേദന ഇതല്ലാത്തത്, അതുപോലെ നട്ടലിൻ്റെ അല്ലേ, അതുപോലെ ഇടുപ്പിൻ്റെ. അപ്പം ഞാൻ എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ കേട്ടോണ്ടിരിക്കുന്നവരെ ആ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു എന്നുള്ളത് മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓർമ്മിപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വാക്സിൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും? അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു രോഗി വരികയാണ്, അപ്പോൾ ആദ്യം ഇത് ഡോക്ടർ പറഞ്ഞു MRI ഇതിൽ കണ്ടുപിടിച്ച് അതെന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവൽ എന്താണ്, അതെ, അവരെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ കണ്ടുപിടിച്ചിട്ട് ഈ പേഷ്യൻ്റ് ഈ വാക്സിനിക്ക് പിന്നെ ഉതകുന്നതാണോ, ഈ ട്രീറ്റ്മെൻറ്റ് ഉതകുന്ന ആളാണോ, ഇതുകൊണ്ട് വ്യത്യാസപ്പെടുമോ എന്നൊരു തിട്ടം ഉണ്ടാക്കണം. ഒന്ന് നമുക്ക് മനസ്സിലാക്കണം, ഒരു ഡിസൈഡ് ചെയ്യണം. ആ ഡെസിഷൻ മേക്കിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്, കാൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ആ കാൺട്രാ ഇൻഡിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിനോട് ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അതെല്ലാം അവർക്ക് മനസ്സിലാക്കിയിട്ട് അവരുടെ ആ പേടിയൊക്കെ മാറ്റണം. എന്തോ പിടിച്ച് പിന്നെ ഡീകംപ്രഷൻ ഉണ്ടാക്കുന്ന ഈ ഡീകംപ്രഷൻ വാക്ക് കേട്ട് അത്തരം ആൾക്കാർ പേടിക്കും, പക്ഷേ നോൺ സർജിക്കലാണ്, കത്തിവെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അവരെ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവർ ദിവസവും വരണം. ആ സമയത്ത് ഈ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു 15 മുതൽ 25 ദിവസം വരെ നീണ്ടുപോകും. ആ ദിവസങ്ങൾ അവർ കൃത്യസമയത്ത് ഇത് ചെയ്യണം. ആ സമയത്ത് അവർ ബാക്കിയുള്ള കടുത്ത ജോലി ഒന്നും ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും അത് ഡീകംപ്രഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കയറി എല്ലാ ജോലിയും ചെയ്യുന്നു, ഞാൻ യാത്രയും കൊല്ലം വരെ പോകും, ഇല്ലെങ്കിൽ പിന്നെ മദ്രാസ് വരെ പോകും എന്ന് പറഞ്ഞാൽ അത് പ്രയാസം. അപ്പോൾ അതുകൊണ്ട് അവരെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അതേസമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ആഹാരം കഴിക്കാൻ സാധാരണ ഉള്ള ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാം. അബ്നോർമലായിട്ട് ഈ 3 ആഴ്ച അവർ വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ചികിത്സ, നമ്മൾ നേരത്തെ ഇതിലൊക്കെ സ്ലൈഡ്സൊക്കെ കാണിച്ചല്ലോ, അതുപോലെ ചികിത്സ കൊടുത്ത് അവർ കൃത്യസമയത്ത് വരണം. പിന്നെ ചിലരെന്ത് ചെയ്യും, അവർക്ക് 3 ആഴ്ച വരാനൊക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏർലി മോർണിംഗിൽ ഒരു സെഷൻ വയ്ക്കാം, ഈവനിങ്ങിനും വേണമെങ്കിൽ ഒരു സെഷൻ വയ്ക്കാം. അപ്പോൾ ഒരു 2 ദിവസത്തെ ചികിത്സ ഒരു ദിവസം കൊണ്ട് കൊടുത്ത് വേണമെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് വേണമെങ്കിൽ ചുരുക്കാൻ പറ്റും. 3 ആഴ്ച 4 ആഴ്ച. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? സതീഷ്. എവിടുന്നാണ് വിളിക്കുന്നത്? സതീഷ്, തൃശ്ശൂർന്ന്. ചോദിച്ചോളൂ കേട്ടോ. സതീഷ് പറഞ്ഞോളൂ, കേക്കട്ടെ. ഡോക്ടർ, എനിക്കൊരു ഡിസ്ക് കംപ്ലൈന്റ് ഓപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞോളൂ. ഇപ്പൊ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും വേദന വന്നപ്പോ പോയപ്പോ രണ്ടാമത് അതേ സ്പോട്ടിൽ തന്നെ വീണ്ടും പ്രൊജക്ട് ചെയ്ത് വരുന്നു ഡോക്ടർ പറഞ്ഞു. പറയൂ. അപ്പൊ രണ്ടാമത് സർജറി എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ ഞാൻ അതിന് ഗ്യാരണ്ടി ഉണ്ടോ ചോദിച്ചപ്പോ ഡോക്ടർ അതിന് നിവർത്തില്ലാന്ന് പറഞ്ഞത്. അതെ, അപ്പൊ അങ്ങനെ ഈ നേരത്തെയുള്ള സർജറി കഴുത്തിലായിരുന്നോ നടുവിനായിരുന്നോ? നടുവില്. അപ്പോൾ ഇത് സാധാരണ ഈ പിന്നെ വരുന്ന ഈ പിന്നെ 2-3 സർജറി കഴിഞ്ഞാലും നിങ്ങൾ സർജറി കഴിഞ്ഞിട്ട് എല്ലാ ജോലിക്കും ചെയ്യുകയും പിന്നെ സാധാരണ പറയാറുള്ള റെസ്റ്റ് എടുക്കാതെയൊക്കെ ചിലപ്പോൾ ചെയ്തത് കൊണ്ടായിരിക്കും പിന്നെയും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സർജറി നല്ല രീതിയിൽ ചെയ്തു, അതുകൊണ്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സർജറി ചെയ്തത്. എന്നിട്ടും വേദന വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്തത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അടുത്ത സർജറി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം പേടിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതുപോലെ ഫെയിൽഡ് ബാക്ക് സിൻഡ്രോം, അതായത് ഒരു സർജറി കഴിഞ്ഞ് നടുവേദന മാറുന്നില്ല പിന്നെയും വരുന്നെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോഴത്തെ പുതിയ സംരംഭം ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവരികയാണ്, അമേരിക്കൻ സംഗതിയാണ്. അപ്പോൾ ആ രീതി എനിക്കൊന്ന് തിരുവനന്തപുരത്ത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ചികിത്സയ്ക്ക് നിങ്ങൾ വന്ന് പരിശോധിച്ച് ചെയ്യുന്നതിൽ തെറ്റില്ല, സൗകര്യമുണ്ടെങ്കിൽ. പക്ഷേ ഇതൊരു 3 ആഴ്ച നേരത്തെ നമ്മൾ ഈ പ്രോഗ്രാം നിങ്ങൾ നേരത്തെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെല്ലാം വളരെ ദൂരമാണെങ്കിലും കൃത്യമായിട്ട് 3 ആഴ്ച അടുപ്പിച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചികിത്സ 21 ദിവസമോ 25 ദിവസമോ ചിലപ്പോൾ വേണ്ടി വരും. ആ ഡിസ്കിൻ്റെ പ്രൊലാപ്സിൻ്റെ ഇത് വേണ്ടി വരും. പിന്നെ ആൾറെഡി ഒരു സർജറി ചെയ്തതാണ്, ചിലപ്പോൾ 1-2 ദിവസം കൂടുതലും വേണ്ടി വരും. അതിനെല്ലാം തയ്യാറാണെങ്കിൽ ബാക്കി ജോലി ചെയ്യാതെ, അതിനുവേണ്ടി ഇവിടെ അഡ്മിഷനൊന്നുമില്ല, നിങ്ങൾ വന്നു പോകുന്ന ചികിത്സയേ ഉള്ളൂ. ഇത് അതിനുവേണ്ടി കിടത്തി ചികിത്സയൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ശരി, ഇത് തിരുവനന്തപുരത്ത് GPO ലൈനിലാണ്. GPO ലൈൻ അത് കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ സ്ക്രീനിൽ. നമ്പർ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് സതീഷ്, അത് നോട്ട് ചെയ്ത് എടുത്തിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ ഫെയിൽഡ് ബാക്ക് സിൻഡ്രോം ആണിത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഈ വാക്സിൻ്റെ ഇത് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്? ഇപ്പം പറഞ്ഞല്ലോ രാവിലെയും വരാം വൈകുന്നേരം വന്ന് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് എത്ര മിനിറ്റാണ് അതിൻ്റെത്? അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇത്? ഒരു 45 മിനിറ്റോളം, അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ
30 to 45 മിനിറ്റ്സ് ഡെയിലി ചെയ്യണം. അപ്പോൾ കാലത്തുമാണെങ്കിൽ കാലത്തും വൈകുന്നേരം ചെറിയ ദിവസം അത്രയും ചെയ്യുക. അപ്പോൾ അതായത് ഈ 45 മിനിറ്റ്സ് മതിയോ രാവിലെ? അത് 45 മിനിറ്റ്സ് രാവിലെയും ചെയ്യണം, അത്രയ്ക്കും മതി. നമ്മൾ ടിഷ്യൂവിനെ ഡീകംപ്രസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ ചെയ്യുന്നത് അത്ര ഉദ്ര വരരുത്. അപ്പോൾ അത് ഡെയിലി അത്രയും ചെയ്യുക. അത് ഓരോ ദിവസവും നമ്മൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് പിന്നെ ടെൻഷൻ കൂട്ടണമെങ്കിൽ കൂട്ടുക. ഒരു ഓപ്റ്റിമം ടെൻഷൻ എന്ന് പറയും. ഓപ്റ്റിമം ടെൻഷൻ വരെ കൊണ്ടുവന്നിട്ട് ആ സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ഡിഫ്യൂഷൻ കപ്പാസിറ്റി എന്ന് പറയും. ഈ വാക്വത്തിൽ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ ഡിഫ്യൂഷൻ മീൻസ് ഒഴുകി വരുന്നതാണ്. അതായത് ഈ ഡിസ്ക് മെറ്റീരിയൽ ഒരുമാതിരി സെമി സോളിഡ് ആണ്, അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയാം. അത് തിരിച്ചു വരാനുള്ള ആ കപ്പാസിറ്റിയിലേക്കുള്ള ഓപ്റ്റിമം ടെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ദിവസം കൊണ്ട് ചെയ്തോളാം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരും. അപ്പോൾ ഇതിൽ വേറൊരു ഡിസ്ക്കാണ് കൊളാപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായിരിക്കും ചിലപ്പോൾ. ഇല്ലെങ്കിൽ മറ്റേ സ്ഥലത്ത് ഡീകംപ്രഷൻ മുഴുവനും ചിലപ്പോൾ ശരിയായി കാണില്ല, ഇദ്ദേഹം റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ചെയ്യുന്ന രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാർ ഇതിനെടുക്കുന്നതിന് എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് ആവശ്യമുണ്ടോ? അതായത് നമ്മുടെ ഇപ്പോൾ MRI എടുക്കുന്നതിന് പുറമേ നമ്മളല്ലാതെ ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നു, അല്ലാതെ ആഹാരക്രമത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ ഡോക്ടർ പറഞ്ഞു വളരെ ജോലി കഠിനമായിട്ടുള്ള എല്ലാ ജോലിയും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ ജോലിയാണെങ്കിൽ ദിവസവും പോയി ഞാൻ 5 മണിക്കൂർ അവിടെ ഇപ്പോൾ ഇരിക്കുന്ന അതൊക്കെ മാറ്റി ഇതിനൊരു പ്രത്യേക ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. ഈ ചികിത്സയ്ക്ക് വേണ്ടി നമ്മളത് തുടർച്ചയായിട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേദനയിൽ നിന്നൊരു ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ആൾക്കാർ വരും, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. കാരണം വെച്ചാൽ അവർക്ക് സഹിക്കാൻ വയ്യാത്ത എന്ന് നമുക്ക് വേറൊരു രോഗം പോലെ അല്ലേ ഇത്. പെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഒരു 24 മണിക്കൂർ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും നല്ല റിസൾട്ടാണ് കാണുന്നത്. ഇപ്പോൾ എൻ്റെ സ്വന്തം പ്രാക്ടീസിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു 10-20-25 പേര്, പല പേഷ്യൻസ് മുട്ടുവേദന, നിങ്ങൾ നേരത്തെ കാലുവേദന എന്നൊക്കെ പറഞ്ഞില്ലേ, കൈവേദന, വിരൽ വേദന എല്ലാം ഉണ്ട്. അതിൽ ഒരു 25 പേരിൽ ഒരു 10-12 പേരെങ്കിലും കഴുത്തുവേദനയും നടുവേദനയുമാണ്. ശരി, ഏറ്റവും കൂടുതൽ കാണുന്ന കഴുത്തുവേദന ഒരാൾ. അതുപോലെ നോക്കണം ബാക്കിയുള്ള ഡോക്ടർമാർ. ഒരു 50-60% ആൾക്കാർ ദിവസവും നടുവേദന. നമ്മുടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് സ്ത്രീകൾ നടുവേദനയായിട്ട് വരും. നടുവേദന, മുട്ടുവേദന, കഴുത്തുവേദനയായിട്ട്. ബിക്കോസ് നിൽക്കുകയല്ലേ, ഇരിക്കുന്നു, വല്ലാത്ത സ്ഥലത്ത് കിടക്കുന്നു, ആകപ്പാട് അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ അതുപോലുള്ള ഉത്സവങ്ങളിൽ ഞാൻ പോകണ്ടെന്ന് പറയുന്നില്ല, പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്, അതൊക്കെ പാലിക്കണം. അപ്പോൾ ആ സമയത്ത് ഈ വാക്സിൻ ഒന്നും ചെയ്യരുത്, മനസ്സിലായില്ലേ? അപ്പോൾ നാളെ ഒരു ഉത്സവമാണ്, എനിക്കതിന് പോയേ പറ്റൂ, ഓർഡർ ഇന്ന് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ, വേറെ പഥ്യങ്ങളൊന്നുമില്ല, ആഹാര പഥ്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും, ഇതിന് കൃത്യമായിട്ട് വരേണ്ടി വരും, കൃത്യമായിട്ട് വരണം. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ അതിനനുസരിച്ച് ഇത് ചെയ്യാന്ന് പറയും. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പല ഇത് പറഞ്ഞെങ്കിലും ഇതിന് ഒരു പ്രിവെൻഷൻ, അത് നമ്മൾ ഏത് രോഗത്തിനും ഉള്ളതാണ്. അപ്പോൾ ഒരു പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പഠിക്കുന്നതാണ് കൊച്ചിലെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ ജോലിയുടെ കാര്യം, അത് ഒന്ന് ചുരുക്കൊന്നും കൂടെ ഡോക്ടർ ഒന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ നമ്മൾ രണ്ടുപേരും സംസാരിച്ചതിൽ കണ്ടമാനം പ്രിവെന്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. ഈ ചികിത്സയിൽ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. ഒരാൾ തലയണ കാര്യം ചോദിച്ചു, ഒരാൾ കിടക്കുന്ന കാര്യം ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെല്ലാമാണ് പ്രിവെന്റീവ് ആസ്പെക്ട്സ്. ഒന്ന് ചുരുക്കി പെട്ടെന്ന് പറയണമെങ്കിൽ, നമുക്ക് ഏത് ജോലി ഏർപ്പെട്ടാലും നമ്മുടെ കഴിവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് കുനിഞ്ഞ് ഒരു 5 മിനിറ്റ് ചിലപ്പോൾ പിന്നെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റും, കുനിഞ്ഞുള്ള ജോലി. വേറൊരാൾക്ക് ഇപ്പോൾ പൊക്കം കുറഞ്ഞ ആൾക്ക് അത്രയും ചെയ്യാനൊക്കില്ല. ചിലപ്പോൾ ആളുകൾ വണ്ണിച്ചിരിക്കും, ഒബേസിറ്റി എന്നൊക്കെ പറയും. അവർക്കാണ് കൂടുതൽ പ്രയാസം. അവർക്ക് ഒരു 10 അടി പോലും നടക്കാൻ പ്രയാസമാണ്. അവർ കുറേ നേരം അവർ ഇരിക്കാനാണ് അവരുടെ പ്രവണത. ബിക്കോസ് നടക്കാനൊക്കില്ല, അപ്പോൾ മുട്ടൊക്കെ വേദനയായിരിക്കും. അപ്പോൾ അവർ ഇരുന്ന് കഴിഞ്ഞാലും അവർക്ക് നടുവേദനയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ എങ്ങനെ നടത്തിക്കണം, അവരുടെ ആ ഒബേസിറ്റി ഇല്ലെങ്കിൽ ആ പൊണ്ണത്തടി എങ്ങനെ കുറയ്ക്കണം എന്നുള്ള രീതിയിലുള്ള ചില പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് നേരത്തെ തുടങ്ങണം. ഈ പൊണ്ണത്തടി കുറയ്ക്കുകയാണെങ്കിൽ മുട്ടുവേദനയും കുറയും, നടുവേദനയും കുറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ്, അതായത് ആഹാരത്തിലെ ക്രമീകരണം, അവരുടെ ആ ഒബേസിറ്റിക്കുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനുള്ള നിർദ്ദേശങ്ങൾ ആദ്യം അതുപോലുള്ളത്. പിന്നെ സ്പോർട്സിലൊക്കെയാണ് ഈ നടുവേദനയും ഇഞ്ചുറീസൊക്കെ വരുന്നത്. സ്പോർട്സിലൊക്കെ റോങ് ടെക്നിക്ക്, ചിലപ്പോൾ ബാറ്റിങ്ങിനുള്ള പൊസിഷൻ എന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ശരിക്കും ഒരു നല്ലൊരു കോച്ച് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. ചില ഓട്ടക്കാർക്ക് ഉപ്പൂറ്റി വേദന, മറ്റേ വേദന എന്നൊക്കെ പറയുന്നില്ല, റോങ് ടെക്നിക്കും റോങ് സർഫസും കൊണ്ടാണ് ഓടുന്ന സർഫസ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതുപോലെ ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത്
ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ഒരു എക്സസൈസും ഒന്നും ചെയ്യാൻ പാടില്ല, ഇൻക്ലൂഡിങ് യോഗ. എല്ലാവരും യോഗ എന്ന് പോകും. യോഗയിൽ ചില മൂവ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് നട്ടല് വളയ്ക്കുന്ന ഇതുണ്ട്. നട്ടല് നല്ല രീതിയിൽ സൂര്യ നമസ്കാരം എന്ന് പറയുന്നതിൽ ഭയങ്കരമായിട്ട് പുറകോട്ട് പോകുന്നു. ഇതൊക്കെ ചെയ്താൽ പിന്നെയും ഡിസ്പ്ലാപ്സ് വരും. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ചില സംഗതികളും ചെയ്യാൻ പാടില്ല. ഒരു എക്സസൈസും വേണ്ട. ബാക്കിയുള്ള ചിലപ്പോൾ ചില മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കും, അത് സഹായിക്കണം ഈ ചികിത്സയ്ക്ക്. അതേസമയത്ത് എക്സസൈസ് ഒക്കെ മാറ്റിവെക്കണം. ലൈറ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും. നടക്കുന്നതിൽ കുഴപ്പമില്ല. ബാക്കിയുള്ള ഈ ഞാൻ വലിയ യോഗ പ്രാക്ടീഷനാണ്, ദിവസവും ചെയ്യുന്നു, അതൊക്കെ നിർത്തിയേ പറ്റും. ഏത് യോഗ ചെയ്തിട്ട് എനിക്ക് നടുവേന കുറയുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അവർ ആ ഒരു പോസ്റ്ററുടെ ഒരു ട്വിസ്റ്റ് അല്ലേ, അർത്ഥ മത്സ്യേന്ദ്രാസനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്വിസ്റ്റാണ്. ആ ട്വിസ്റ്റിൽ എല്ലാം കൂടെ പിന്നെയും ചാടും. നമ്മളിവിടെ വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കും, അവർ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കുഴപ്പം. അപ്പോൾ ഇത് ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് അതൊക്കെ സൂക്ഷിക്കണം. ശരി. ഡോക്ടർ ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത്. കാരണം നമ്മുടെ പോസ്ചർ കൊണ്ടും ആണ് കൂടുതലും ഇത് വരുന്നത്, നമ്മുടെ ജോലിയുടെ പ്രവൃത്തിയുടെ ഇതുകൊണ്ടുമൊക്കെ. അപ്പോൾ അതിന് നമ്മൾ കുറേ പ്രിവെൻഷൻ എന്ന് പറഞ്ഞ ലെവലിൽ എടുക്കുക. അഥവാ ഇത് ഇങ്ങനെ ഈ ഒരു ലെവലിലോട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആൻസി അല്ലെങ്കിൽ വാക്സ് ഡി എന്ന് പറഞ്ഞ ചികിത്സയിലേക്ക് തീർച്ചയായിട്ടും വരിക നല്ലൊരു ആശ്വാസം. സ്പൈനൽ ഇത് വരികയല്ലേ, നോൺ സർജിക്കലാണല്ലോ. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു ആശ്വാസമാണ്. ഇവിടെ വന്ന് പറഞ്ഞു തന്നതിന് വളരെ വളരെ താങ്ക്സ്. അപ്പോൾ ഡോക്ടറിനോട് എന്താ പറയുക, വിശ്വാസംസകൾ പറയുന്നു. മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് എൻ്റെ പേരിലും ഉച്ചനേരം പരിപാടിയുടെ എല്ലാ ആൾക്കാരുടെ പേരിലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെ പേരിൽ വിഷുദിനാശംസകൾ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.